നമസ്കാരം. ഋണം എന്നാൽ കടം എന്നർത്ഥം. കടബാധ്യതകൾ എന്നത് മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. മനുഷ്യരെ സംബന്ധിച്ച് കടം എന്നാൽ ആർക്കെങ്കിലും കൊടുക്കാൻ ബാക്കിയുള്ള തുകയാണ്. എന്നാൽ അതുമാത്രമല്ല ഋണം. പൊതുവെ ഋണം 4 തരത്തിലാണ്. 1. പിതൃഋണം, പിതൃക്കൾക്കുള്ള പൂജകൾ ചെയ്യാതെ വരുമ്പോഴുള്ള കടം. 2. ഋഷിഋണം, ഋഷികൾ ഉപദേശിച്ചിട്ടുള്ള വ്രതങ്ങൾ പൂജകൾ നിറവേറ്റാതിരുന്നാലുള്ള കടം. 3. ദേവഋണം, ദൈവങ്ങൾക്കുള്ള നേർച്ചകൾ നേർന്ന് അത് നിറവേറ്റാൻ പറ്റാതിരുന്നാലുള്ള കടം. 4. ശരീരഋണം, ഭൂമിയിൽ പിറന്നതിന് ശേഷം മരണം വരെ നിറവേറ്റാൻ പറ്റാതെ പോയ കടമകളോ വാക്കിനാലോ വസ്തുവിനാലോ വരുത്തുന്ന കടങ്ങൾ. ഈ കടങ്ങൾ അത്രയും ചുമന്നാണ് ആത്മാവ് അത് നിറവേറ്റാനായി ഓരോ ജന്മങ്ങളിലൂടെ കടന്നുപോകുന്നത്. ഈ വിധത്തിലുള്ള സകല കടങ്ങളും തീർക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ക്ഷേത്രത്തെപ്പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം ജ്ഞാനാംബിക സമേത സാരപരമേശ്വരർ ക്ഷേത്രം. തമിഴ്നാട്ടിൽ കുംഭകോണത്തിനടുത്തുള്ള തിരുച്ചേര എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. ബ്രഹ്മദേവൻ ജീവന്റെ വിത്തുകൾ വിതയ്ക്കുവാനായി മണ്ണെടുത്ത സ്ഥലം, ചേറ് നിറഞ്ഞ ഭൂമി. ഇതിൽ നിന്നാണ് തിരുച്ചേര എന്ന സ്ഥലനാമം വന്നത് എന്ന് അനുമാനിക്കുന്നു. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ദേവാരപ്പാടലുകളിൽ 276 പ്രശസ്ത ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 95ാമത്തെ ശിവക്ഷേത്രമാണ് ഇത്. കാവേരി നദിയുടെ ഉപനദിയായ മുടികൊണ്ടൻ എന്ന നദിയുടെ തെക്ക് കരയിലാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ 2 ശിലാഫലകങ്ങളിൽ നിന്നും ചോളരാജാവ് കുലോത്തുംഗന്റെ കാലത്താണ് ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് ഉടയാർ കോവിൽ എന്നും പേരുണ്ട്. സ്വയംഭൂവായ ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. പേര് സാരപരമേശ്വരർ. സാരം എന്നാൽ വേദസാരാംശം. ജ്ഞാനാംബികയാണ് ഈ ക്ഷേത്രത്തിൽ ശ്രീ പരമേശ്വരി. മൂലപ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായിട്ടാണ് മറ്റു സന്നിധികൾ. വയൽ അളവിൽ താഴ്ചയിലാണ് മൂലപ്രതിഷ്ഠ. സാരപരമേശ്വരർ ചെന്നരിയപ്പൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ചെന്നരി എന്നാൽ ശരിയായ വഴി എന്നാണ് അർത്ഥം. മഹാഭാരതത്തിൽ പാണ്ഡവർ അരക്കില്ലത്തിൽ അകപ്പെട്ടപ്പോൾ പുറത്തു കടക്കാൻ കുന്തിദേവിക്കും മക്കൾക്കും യുക്തി ഉപദേശിച്ച ദൗമ്യ മഹർഷി മോക്ഷം പ്രാപിച്ച ക്ഷേത്രമാണിത്. പ്രശസ്ത ശിവഭക്തരായിരുന്ന 63 നായന്മാരിൽ 2 പേരായ അപ്പർ, സമ്പന്തർ എന്നിവർ ചെന്നരിയപ്പനെ ഈ ക്ഷേത്രത്തിൽ പുകഴ്ത്തി പാടിയിട്ടുണ്ട്. എല്ലാ വർഷവും തമിഴ് മാസങ്ങളിൽ ഒന്നായ മാസി മാസത്തിലെ 13, 14, 15 തീയതികളിൽ സൂര്യഭഗവാൻ തന്റെ പ്രഭാത കിരണങ്ങൾ 15 നിമിഷം മൂലവിഗ്രഹത്തിലും ജ്ഞാനാംബിക മാതാപാദത്തിലും അർപ്പിക്കുന്നു. അന്ന് ക്ഷേത്രത്തിൽ വിശേഷ പൂജകളും നടക്കുന്നു. ശിവഭഗവാൻ പങ്കെടുക്കാത്ത ദക്ഷയാഗത്തിൽ സൂര്യഭഗവാൻ പങ്കെടുത്തതിന്റെ പ്രായശ്ചിത്തമായി സൂര്യഭഗവാൻ പൂജ ചെയ്യുന്ന പല ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മാർക്കണ്ഡേയ മഹർഷി തന്റെ ആശ്രമത്തിൽ വെച്ച് പൂജ ചെയ്തതും ഭൃഗണ്ഡ മഹർഷി പൂജിച്ചതുമായ പ്രതിഷ്ഠയാണ് അമൃതകടേശ്വരർ. അഭിരാമി സമേത അമൃതകടേശ്വരരെ മാർക്കണ്ഡേയരോടൊപ്പം ഒരേ സന്നിധിയിൽ ഭക്തർക്ക് ദർശിക്കാം. മാർക്കണ്ഡേയ മഹർഷി തന്റെ മുജ്ജന്മ കടങ്ങൾ തീർക്കാനായി പ്രാർത്ഥിച്ച ഋണവിമോചന ലിംഗേശ്വരർ ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ടു നോക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ സന്നിധിയിലാണ് ഭക്തർ കടം തീർക്കുവാനുള്ള പൂജകൾ നടത്തുന്നത്. പുഷ്പങ്ങൾ ഭക്തരുടെ കയ്യിൽ കൊടുത്ത് അത് പിന്നീട് വാങ്ങിച്ച് ഭഗവാന് അർച്ചന ചെയ്യുന്നു. 11 തിങ്കളാഴ്ച അർച്ചന നടത്തി 11ാമത്തെ തിങ്കളാഴ്ച വസിഷ്ഠ മഹർഷി ഉപദേശിച്ച ദാരിദ്ര്യ ദുഃഖദഹന സ്തോത്രത്താൽ അർച്ചന ചെയ്ത് ഭക്തർക്ക് പ്രസാദം സ്വീകരിക്കാം. ദൂരദേശത്തുള്ളവർക്കായി ക്ഷേത്ര കൗണ്ടറിൽ തുക രസീതാക്കി പ്രസാദം 11 ആഴ്ചകളിൽ പോസ്റ്റിലായി ഭക്തർക്ക് വീടുകളിലെത്തിക്കുന്ന സൗകര്യവുമുണ്ട്. 1ാമത്തെ തിങ്കളാഴ്ചയും 11ാമത്തെ തിങ്കളാഴ്ചയും എങ്കിലും ക്ഷേത്രത്തിലെത്തുന്നത് അഭികാമ്യമാണ്. 11 വെള്ളിയാഴ്ചകളിലായി യാഗങ്ങളും നടത്തുന്നു. 11ാമത്തെ വെള്ളിയാഴ്ച യാഗത്തിൽ പങ്കെടുക്കുന്ന ഭക്തർക്ക് ഋണവിമോചന യന്ത്രത്തോടു കൂടിയാണ് പ്രസാദം കൊടുക്കുന്നത്. 11 വാരങ്ങൾക്കുള്ളിൽ തന്നെ സർവ്വ കടങ്ങളും തീരും എന്നതാണ് പ്രബലമായ വിശ്വാസം. അതിനാൽ തന്നെ ഭക്തർ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തി രണവിമോചന ലിംഗേശ്വരരെ പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ 3 തീർത്ഥങ്ങളാണ് ഉള്ളത്. 1. ബിന്ദുസുധാ തീർത്ഥം. ദേവലോകത്ത് നിന്ന് അമൃത കലശത്തിലെ അമൃത് ഒരു തുള്ളി ഭൂമിയിൽ പതിച്ചത് എന്നാണ് ഐതിഹ്യം. 2. ജ്ഞാനതീർത്ഥം. ക്ഷേത്രത്തിന് എതിർവശത്തുള്ളത്. ഈ തീർത്ഥം സേവിച്ചാൽ ജ്ഞാനം സിദ്ധിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു. 3. മാർക്കണ്ഡേയ തീർത്ഥം. മാർക്കണ്ഡേയ മഹർഷി തന്റെ പൂജയ്ക്കായി നിർമ്മിച്ച ഈ തീർത്ഥം ക്ഷേത്രകുളമാണ്. ഈ ക്ഷേത്രത്തിലെ സ്ഥലവൃക്ഷം മാവിലങ്കൈ. പഞ്ചവില്വത്തിനു സമാനമാണിത്. മഹാലിംഗ ഇല എന്നും പേരുണ്ട്. 100 വർഷത്തിലധികം പ്രായമുള്ള ഈ വൃക്ഷം നശിച്ചുപോയതിനാൽ പുതിയൊരു വൃക്ഷം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഈ വൃക്ഷത്തിനൊരു പ്രത്യേകത ഉണ്ട്. 4 മാസം ഇലകൾ കൊണ്ട് നിറഞ്ഞും അടുത്ത 4 മാസം വെള്ളപ്പൂക്കൾ കൊണ്ടും പിന്നീടുള്ള 4 മാസം ഒരു ഇല പോലും ഇല്ലാതെയാണ് കാണപ്പെടുന്നത്. മനുഷ്യജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ഉപപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ദേവാരപ്പാടലുകളിൽ ഒരു ഗാനം തന്നെ പ്രത്യേകമായി ഈ ക്ഷേത്രത്തിലെ ഭൈരവർക്ക് വേണ്ടി പാടിയിരിക്കുന്നു. ഇവിടെയുള്ള ഭൈരവർക്ക് 8 അഷ്ടമി ദിവസങ്ങളിൽ വടമാല ചാർത്തി അർച്ചന ചെയ്ത് 9ാമത് അഷ്ടമി ദിവസം സഹസ്രനാമ അർച്ചനയോടുകൂടി വഴിപാട് ചെയ്തു വന്നാൽ കേസ്, വഴക്ക്, കോടതി വ്യവഹാരങ്ങൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളിലെല്ലാം തീർപ്പുണ്ടാകും എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. മനുഷ്യ ശരീരത്തിലെ ജ്വരം പോലെയുള്ള അസുഖങ്ങൾ മാറ്റാൻ ജ്വരലിംഗേശ്വരർ സന്നിധി, യുവത്വത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ മാർക്കണ്ഡേയർ പൂജിച്ച അമൃതകടേശ്വരർ സന്നിധി, മനുഷ്യരിലെ കലാവാസനകൾ ഉണർത്താൻ നടരാജ സന്നിധി, തടസ്സങ്ങൾ മാറ്റാൻ മഹാഗണപതി സന്നിധി, മനുഷ്യ മനസ്സിനെ പ്രതിനിധീകരിച്ച് വായുലിംഗ സന്നിധി, കടങ്ങൾ തീർക്കാൻ ഋണവിമോചന ലിംഗേശ്വർ സന്നിധി, ശക്തി തരൻ ബാലസുബ്രഹ്മണ്യർ,
മനുഷ്യർക്ക് വീണ്ടും കഷ്ടപ്പാട് വരാതെ തടുക്കുവാൻ മാന്തിയോടൊപ്പം ജ്യേഷ്ഠ ഭഗവതി സന്നിധി, ധനലാഭത്തിന് മഹാലക്ഷ്മി സന്നിധി, സകല വിജയങ്ങളും തന്ന് അനുഗ്രഹിക്കുവാൻ ശിവദുർഗ, വിഷ്ണുദുർഗ, വൈഷ്ണവി ദുർഗ എന്നിങ്ങനെ 3 ദുർഗമാർ ഒരേ സന്നിധിയിൽ, കേസ് വഴക്ക് ഇതിനെല്ലാം പരിഹാരമായി ഭൈരവ സന്നിധി, മൂലവിഗ്രഹമായ ചെന്നരിയപ്പൻ മനുഷ്യ ശരീരത്തിലെ ഹൃദയമായും മാതാ ജ്ഞാനാംബിക മനുഷ്യന്റെ അറിവായും പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുവോ അതിനെല്ലാമുള്ള പരിഹാര സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം എന്നാണ് ക്ഷേത്ര പൂജാരി അഭിപ്രായപ്പെടുന്നത്. മൂർത്തി, തീർത്ഥം, വൃക്ഷം എന്നിങ്ങനെ 3 വിധത്തിലും പ്രശസ്തി ആർജിച്ചതും ക്ഷിപ്രഫലം പ്രദാനം ചെയ്യുന്നതുമാണ് ഈ പുണ്യക്ഷേത്രം. പൂജാ സമയം രാവിലെ 7:30 മണി മുതൽ 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്തിൽ നിന്ന് തിരുവാരൂർ റൂട്ടിൽ 15 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുംഭകോണം. വേറൊരു ക്ഷേത്രത്തിന്റെ വ്യത്യസ്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.